എന്നെ പുറത്തു വിടൂ ബിഗ് ബോസ്, എന്നെ പുറത്തു വിടൂ, എനിക്ക് വീട്ടിൽ പോകണം. രേണുസുതി ബിഗ് ബോസിനോട് കെഞ്ചി കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വൽസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രേണുസുതി കുറച്ച് നേരമായിട്ട് മൈജി കോർണറിൽ വന്നിരുന്ന് ബിഗ് ബോസിനോട് പറയുകയാണ്, എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ വീട്ടിൽ വിടൂ, എന്നെ ഇവിടെ നിർത്താതെ എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ വിടൂ എന്ന് പറയുകയാണ്. ഉച്ചയ്ക്ക് കിച്ചണിൽ നിന്നിട്ടും രേണുസുതി പറയുന്നത് കേട്ടു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് മതിയായി, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പഞ്ചസാര അളവിന് എന്തോ അളവ് ഇപ്പം ഈ ആഴ്ചത്തെ റേഷൻ വരുന്നതിന് ലാസ്റ്റ് ഡേയ്സ് ആകുമ്പോൾ പഞ്ചസാര കുറച്ച് കുറയുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചസാര കുറച്ചാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ പഞ്ചസാര വീട്ടിൽ പോയെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ പഞ്ചസാര തിന്നാമായിരുന്നു, അപ്പോൾ എനിക്കിവിടെ പഞ്ചസാര കുറവാണ്. അപ്പം രേണുസുതി എല്ലാ ദിവസവും അരിയും പഞ്ചസാരയും മണ്ണും കൂടി എല്ലാ ദിവസവും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാ ദിവസവും കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനു രഹസ്യമായിട്ട് വന്ന് പറയും, ചേച്ചി ചെയ്യരുത് ചേച്ചി, മാവും മണ്ണും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് തിന്നണം. എന്തിനാണ് അങ്ങനെ തിന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തെങ്കിലും അതിന് ഡയബറ്റിക്സോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്നും അറിയില്ല. എന്ത് തന്നെയായാലും ബിഗ് ബോസിനോട് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട്, പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം. ഇപ്പം മൈജി കോർണറിൽ ലൈവിൽ നമ്മളെ കാണിച്ചതാണ് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം എന്നും പറഞ്ഞ് മൈജി കോർണറിൽ. ഇനി ക്യാമറയോട് ഡ്രാമ കളിക്കുമെന്ന ക്യാമറയുടെ മുമ്പിൽ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നൊന്നും നമുക്കറിയില്ല. വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അപേക്ഷിക്കുകയാണ് ബിഗ് ബോസിനോട്, എന്നെ പുറത്ത് വിടൂ, എനിക്ക് വയ്യ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മുഖമൊക്കെ മറന്നുപോയി, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിൽ വിടൂ, എന്നെ പുറത്ത് വിടൂ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുസുതിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈവിൽ ഇപ്പം നടന്നെയാണ്. അതിനുശേഷം നമ്മുടെ അപ്പാനി വന്നു. അപ്പാനി ആ ഭാഗത്തേക്ക് കുറച്ച് പഞ്ചസാര കലക്കിയ കട്ടൻ ചായ ആയിട്ട് വന്നു. അവർ വിളിച്ചു, രേണു ചേച്ചി ഇവിടെ വന്ന് വാ, എന്തിനാ അവിടെ പോയിരിക്കുന്നു വെച്ചാൽ പറയാം. അപ്പോഴത്തേക്ക് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ സഡൻലി എഴുന്നേറ്റ്, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് വന്ന് കിടക്കുന്ന രേണുസുതിയെ നമുക്ക് കാണാം. ഇപ്പം ലൈവിൽ ആരിൻ്റെയും അപ്പാനിയുടെ അടുത്ത് ഗാർഡൻ ഏരിയയിൽ കിടന്ന് കാര്യം കേൾക്കുന്ന രേണുസുതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ലൈവിൽ കേട്ടോ. ഇതൊരു ഡ്രാമയാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും രേണുസുതിക്ക് പറ്റില്ലെങ്കിൽ രേണുസുതിയെ പുറത്ത് വിടുന്നതായിരിക്കും ബിഗ് ബോസ് നല്ലത്.